രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവിടെ രാവിലെ ആശുപത്രിക്ക് മുൻപിൽ, കോടതിക്ക് മുൻപിൽ ഉയരുകയും ചെയ്തത്. എല്ലാ തരത്തിലും ജനസമൂഹത്തിന് മുന്നിൽ നാണം കെട്ടി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ ഇപ്പോഴും നിരവധി പേരുണ്ട്. ആ അതിജീവിതയ്ക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിഷേധം വലിയ തരത്തിൽ അലയടിക്കുകയാണ് കോടതിക്ക് മുമ്പിൽ. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, നമുക്ക് കാണാം ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന ഇന്നലെ മുഖ്യമന്ത്രി ഉയർത്തിയ അതിജീവിതയുടെ ആ ഒരു സന്ദേശം, ആ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് SFIയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ അതിശക്തമായ പ്രതിഷേധം ഇവിടെ ഉയർത്തിയത്. നമുക്ക് മാവേലിക്കര സബ് ജയിലിന് മുന്നിൽ DYFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ജനറൽ ആശുപത്രിയിൽ ഇതേ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ അതിശക്തമായ ഒരു പ്രതിഷേധം നിങ്ങൾ ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾ എന്താണ് സമൂഹത്തോട് പറയുന്നത്? സമൂഹത്തിൽ നിന്ന് ദൂരം പാലിക്കേണ്ട, കോൺഗ്രസ് വളർത്തിയെടുത്ത സമൂഹത്തിന് വിപത്തായ കുറേ സെലിബ്രിറ്റി സ്റ്റാറ്റസുകൾ ഉദ്ഘോഷിക്കപ്പെടുന്ന കുറേ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനിക്കുന്നതല്ല. ഇത് അയാളെ സ്പോൺസർ ചെയ്ത, അയാളെ കൊണ്ടു നടന്ന, അയാൾക്ക് വേണ്ടി വിടുപണി ചെയ്ത മുഴുവൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇതിന് മറുപടി പറയണം. പുറത്താക്കിയത് കൊണ്ട് അവർ ഉത്തരവാദിത്വം ഇല്ലാതാവുന്നില്ല. ഇത്രയും വലിയ സാമൂഹിക വിപത്തിനെ കേരളത്തിനകത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന, കേരളത്തിനകത്തേക്ക് ഇത്തരമുള്ള സാമൂഹിക വിപത്തിനെ കാട്ടിക്കൊടുത്ത UDFന് ഈ ഒരു പുറത്താക്കൽ കൊണ്ട് അവരുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. അവർ അതിജീവിതകളോട് സമാധാനം പറയേണ്ടവരും, അവരോടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം രാഷ്ട്രീയത്തിനപ്പുറത്ത് മനുഷ്യൻ്റെ വേദനയും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെയും ഏതു ഘട്ടത്തിലും അതിനോട് ഞങ്ങൾ യോജിച്ചു നിന്നിട്ടില്ല. അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഏതു ഘട്ടത്തിലാണ്. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഈ അതിജീവിതക്കെതിരായി അതിജീവിതകളെ കുറ്റപ്പെടുത്തുന്ന പ്രസ്താവനകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനകൾ മഹിളാ കോൺഗ്രസിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് തന്നെ. കേരളത്തിനകത്ത് ഇത്തരം കൂട്ടം ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു പുതിയ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ഇത് അവസാനിക്കുന്നില്ല. കോൺഗ്രസ് ഏകദേശം പുറത്താക്കിയത് കൊണ്ട് കോൺഗ്രസിന് ഉത്തരവാദിത്തം കഴിയുന്നു. ഇയാൾക്ക് വേണ്ടി ഇയാളെ പുറത്താക്കിയതിന് ശേഷവും ഇയാളുടെ ഒപ്പം പൂർണ്ണമായ സമയം നിന്ന ഈ കേസിൽ പോലും പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഫെനി നൈനാൻ, റിജോ പി ജേക്കബ്, ഇതടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ നേതാക്കന്മാർ ഇയാളുടെ ഒപ്പം തന്നെയാണ്. ഇയാൾക്കൊപ്പം തന്നെയായിരുന്നു പുറത്താക്കിയതിനു ശേഷവും. ഇയാളെ നിയമസഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുമ്പോൾ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ, ഇവരടക്കമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇത് പുറത്താക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. ഇവരുടെ ഈ ബാധ്യത ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവർ മാനസികമായി ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവിനും ഇയാളെ എതിർക്കുന്ന കോൺഗ്രസ്സുകാരായിരിക്കുന്ന ഇവരെ എതിർക്കുന്ന ആളുകൾക്ക് പോലും ഒരു ഘട്ടത്തിൽ രക്ഷയില്ല. VD സതീശൻ സൈബർ അറ്റാക്കിങ്ങിന്, സൈബർ ബുള്ളിങ്ങിന് ആയില്ലേ? AK ആന്റണി ആയില്ലേ? രമേശ് ചെന്നിത്തല ആയില്ലേ? ഈ ആളുകളെ എതിർക്കുന്ന ആളുകൾക്ക് കോൺഗ്രസിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ഇവർ വളർത്തി വെച്ചിരിക്കുന്ന ഒരു വലിയ ക്രിമിനൽ സിൻഡിക്കേറ്റാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട റഹീം MP പറഞ്ഞതുപോലെ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ കയ്യിലാണ് കോൺഗ്രസ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. നിങ്ങളുടെ ഒരു സഹോദരി അതിജീവിതകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന ആ ഒരു ബാനർ ഉയർത്തിക്കൊണ്ടായിരുന്നു SFIയുടെ പ്രതിഷേധം. ഒപ്പം DYFIയുടെ കനത്ത പ്രതിഷേധവും നമ്മൾ കണ്ടു. കരിങ്കൂടി കാണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ കോഴി എന്ന് വിളിക്കുന്ന അധിക്ഷേപങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ തിരുവല്ലയിലെ ആശുപത്രിക്ക് മുന്നിൽ നമ്മൾ കേൾക്കുകയും ചെയ്തു. പലവട്ടം മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ ചിരിയുടെ അർത്ഥമെന്ത്? എന്തിനാണ് ഈ പുച്ഛഭാവത്തിലെ ചിരി? അതിന് അയാൾ രാഹുൽ മാങ്കൂട്ടം മറുപടി പറയാൻ തയ്യാറായില്ല. വീണ്ടും അതേ ചിരി കൊണ്ട് അയാൾ മാധ്യമങ്ങളെ നേരിടുന്നു. ഇത് അതിജീവിതകൾക്ക് നേരെയുള്ള പുച്ഛത്തോടെയുള്ള ചിരിഭാവമാണ്. എനിക്കൊന്നും വരാനില്ല, നിങ്ങളെ കൊണ്ടാവുന്നത് നോക്കിക്കോളൂ എന്ന് പറയുന്ന ഭാവത്തിലുള്ളതാണോ എന്ന് വരെ DYFI പ്രവർത്തകരും SFI പ്രവർത്തകരും മറ്റു യുവജന സംഘടനകളും ചോദിക്കുന്നുണ്ടായിരുന്നു. സിജു, ശരി. രാജ്കുമാറാണ് തിരുവല്ല കോടതിക്ക് മുമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. രണ്ട് യുവജന പ്രസ്ഥാനങ്ങൾ എടുക്കുന്ന നിലപാടാണ് ഇപ്പോൾ കേരളം കണ്ടത്. രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി യുവ കോൺഗ്രസ് നേതാവായ ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി എത്തിയത്. ഇവിടെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി DYFI എന്ന് പറയുന്ന പ്രസ്ഥാനവും എത്തിച്ചേരുകയാണ്. ഇരകളെ ഒപ്പം ചേർക്കുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, DYFI എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ നിലപാട് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയായിരുന്നു DYFIയുടെ നേതാക്കൾ. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിക്കൊണ്ടിരുന്നപ്പോൾ. ഏതായാലും തിരുവല്ല കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടും.
ഇനി ഉള്ള ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന മൂന്നാമത്തെ പരാതി, ആ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് അതിജീവിത മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ സമീപനം, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന സമീപനം, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കി എന്ന് കൈകഴുകുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ വി.ഡി. സതീശന്റെ അടക്കമുള്ളവരുടെ നിലപാട് കൂടിയാണ് ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ റിമാൻഡിൽ ആക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. രാജ്കുമാർ ചേരുകയാണ് ഒരിക്കൽ കൂടി. രാജ്കുമാർ, എന്തായാലും കോടതി നടപടികൾ ആരംഭിച്ചു. നമ്മൾ കണ്ടതാണ് കോടതിക്ക് മുമ്പിൽ, ആശുപത്രിക്ക് മുമ്പിൽ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളുടെ പ്രതിഷേധം. കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. എന്താണ് ഇനി അവിടെ നടക്കാൻ സാധ്യതയുള്ളത്? കസ്റ്റഡി അപേക്ഷ നൽകുന്നു. കോടതി നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഒന്നുകിൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ ഈ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ഇവിടുന്ന് പോകും. എങ്ങോട്ടേക്കാണ് പോകുന്നത്, ആദ്യം എങ്ങോട്ടേക്കാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്ന വിവരം ഇതുവരെ അവരത് മാധ്യമങ്ങളോട് പറയാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഇനി കസ്റ്റഡിയിൽ കിട്ടുന്നില്ലെങ്കിൽ നേരെ ഈ മാവേലിക്കര സബ് ജയിലിലായിരിക്കാം ഒരുപക്ഷെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ തിരുവല്ലയിലെ കോടതിയിലെ ജയിലിലായിരിക്കാം കൊണ്ടുപോവുക. ഇക്കാര്യത്തിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതിനനുസൃതമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നത്, തീരുമാനിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം ഈ കോടതി നടപടികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് കരുതുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഹാജരാക്കിയപ്പോൾ പൊട്ടൻസി ടെസ്റ്റ് നടത്തിയിരുന്നു. അതുപോലെ DNA പരിശോധനയ്ക്ക് ആവശ്യമായ രക്തസാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം ഫലം ഉൾപ്പെടെ, DNA ഒഴികെയുള്ളതിൻ്റെ ഫലം ഉൾപ്പെടെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. SITയുടെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് അത് ഏറ്റവും ശ്രദ്ധേയമാണ്. SITയുടെ ഇതിൽ നിലവിൽ ഇതുവരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ മൂന്നാമത്തെ അതിജീവിതയുടെ പരാതികളും അതിൽ സ്വീകരിച്ച നടപടികളും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് അല്പസമയത്തിനകം ഇപ്പോൾ കോടതിക്ക് അത് കൈമാറും. കോടതി അത് വിലയിരുത്തിയ ശേഷമായിരിക്കും കോടതിയുടെ അടുത്ത നിരീക്ഷണം ഉണ്ടാവുക. അതേസമയം തന്നെ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. SIT ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. അതിൽ ഇനി വാദം കേൾക്കും. അതിലെന്തായാലും ഈ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുത്, ജാമ്യം വേണമെന്നുള്ളൊരു നിലപാടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ ഉന്നയിക്കുക. അതിൽ കോടതിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടുന്നത്. എന്തായാലും ഇവിടെ ജാമ്യം നിഷേധിക്കപ്പെടും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷാ നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ നീങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാൽ മാത്രമേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകൂ. അതുവരെ ഇതിൽ ഒന്നുകിൽ പോലീസ് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയേണ്ടി വരും. സിജു.